യേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ആഘോഷിക്കുന്ന ക്രിസ്മസിന് വർണ്ണചാരുതയേകണമെങ്കിൽ അലങ്കാര വസ്തുക്കൾ തന്നെ വേണം. ഡിസംബറിലെ രാവുകൾക്ക് മനോഹാരിതയേകി വീടുകളും പുൽക്കൂടുകളും കടകളുമെല്ലാം കളർഫുള്ളാക്കുന്നത് വർണ്ണശോഭ വിടർത്തുന്ന ഈ അലങ്കാര വസ്തുക്കളാണ്. മനോഹാരിതയും ഭംഗിയുമേകുന്നതോടൊപ്പം പുത്തൻ കാഴ്ചകൾ സമ്മാനിക്കുന്ന ചൈനീസ് അലങ്കാര വസ്തുക്കൾ തന്നെയാണ് ഇത്തവണത്തെ വിപണിയിലേറെയും. ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങളെത്താതെ മലയാളിയുടെ ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാകില്ലെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വൈവിധ്യമാർന്ന ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളും LED ലൈറ്റുകളും തുടങ്ങി ക്രിസ്മസ് ആഘോഷമാക്കുന്നതിനുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും എത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് വിൽപ്പനയും പൊടിപൊടിക്കുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു. ക്രിസ്മസ് വിപണി ഇത്തവണ നേരത്തെ തന്നെ സജീവമാണ്. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ കച്ചവടവും തിരക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ നിന്നാണ് അധികം ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത്. ഐറ്റംസ് ഓരോന്ന് കഴിഞ്ഞു തുടങ്ങി. എപ്പോഴും തിരക്ക് ഒരു മാസം മുമ്പ് കച്ചവടം തുടങ്ങി. ഇപ്പോഴും തിരക്ക് അപ്പുറത്തും ഇപ്പുറത്തും തിരക്ക് തന്നെ. നല്ല കച്ചവടമുണ്ട്. ഐറ്റംസൊക്കെ ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നു. ചൈന കൂടാതെ ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, കൽക്കട്ട എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അലങ്കാര വസ്തുക്കളും കേരളീയ ഉൽപ്പന്നങ്ങളും വിപണി കീഴടക്കുന്നുണ്ട്. എങ്കിലും മലയാളികൾക്ക് പ്രിയം ചൈനീസ് ഉൽപ്പന്നങ്ങളോട് തന്നെ. പ്ലാസ്റ്റിക്കിലും കടലാസിലും തെർമോകോളിലും തീർത്ത ബെല്ലുകളും ബോളുകളും ചെണ്ടയും മാലയും തൊപ്പിയും തിളക്കമേറിയ വർണ്ണവസ്തുക്കളുമെല്ലാം പുതുമയുടെ തരംഗം സൃഷ്ടിക്കുന്നു. മാരിവില്ലിന്റെ വർണ്ണപ്രഭ ചൊരിയുന്ന LED തരംഗം വിപണിയിൽ പുതുമകൾ സമ്മാനിച്ച് അലയടിക്കുന്നു. കൂടാതെ സംഗീതം പൊഴിച്ച് നൃത്തം ചവിട്ടുന്ന പാപ്പാരൂപങ്ങളും കയറിൽ പിടിച്ച് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്ന പാപ്പാരൂപങ്ങളുമുണ്ട് വിപണിയിൽ. 10 രൂപ മുതൽ 1000 രൂപയിലധികമാണ് അലങ്കാര വസ്തുക്കളുടെ വില. ക്രിസ്മസിന് നാളുകൾ ശേഷിക്കെ ഇനി എന്തൊക്കെ വർണ്ണവസ്തുക്കൾ കടൽ കടന്ന് വിപണിയിലെത്തുമെന്ന് കണ്ടറിയാം. ക്രിസ്മസിനെ വർണ്ണാഭമാക്കാൻ അലങ്കാര വസ്തുക്കളുടെ വൈവിധ്യ ലോകം തീർത്താണ് ക്രിസ്മസ് വിപണി ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തവണത്തെ ക്രിസ്മസ് വിപണിയിലും ചൈനീസ് തരംഗം തന്നെയാണ് അലയടിക്കുന്നത്. ക്യാമറമാൻ സന്ദീപ് കോലയ്ക്കൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്.